കാരാഗ്രഹം ഉറപ്പിച്ചിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ. അക്കൗണ്ടിൽ കണ്ട 18 കോടി കണ്ടുകെട്ടിയതിനു പിന്നാലെ തുടർ നടപടികളിലേക്ക് കടന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചതോടെ തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിതയുടെ ദുർഗതി തന്നെയാണ് വീണയെയും കാത്തിരിക്കുന്നത്. പിതാവ് മുഖ്യമന്ത്രിയാണെന്നതിന്റെ മറവിൽ ഡൽഹി മദ്യ ഇടപാടിൽ കയറി കളിച്ചതിനാണ് കവിതയെ ഇഡി അറസ്റ്റ് ചെയ്തത്. 2024 മാർച്ചിൽ അറസ്റ്റ് ചെയ്ത കവിതയെ പിന്നീട് അതേ വർഷം ഏപ്രിൽ 11-ന് CBIയും അറസ്റ്റ് ചെയ്തു. സമ്പന്നതയുടെ നടുവിൽ വിഹരിച്ച് നടന്ന കവിത പിന്നീട് 5 മാസം തിഹാർ ജയിലിൽ കിടന്ന് അഴിയെണ്ണിയത് നമ്മൾ കണ്ടു. പിതാവ് മുഖ്യമന്ത്രിയായിരുന്നുവെന്നതൊന്നും അവിടെ കവിതയെ രക്ഷിച്ചില്ല. ഇവിടെ അതേ വഴിയിലൂടെയാണ് വീണയുടെ സഞ്ചാരം. പിതാവ് മുഖ്യമന്ത്രിയായിരുന്നുവെന്നതിൻ്റെ ബലത്തിൽ ഒരു കമ്പനി സ്ഥാപിക്കുക, അതിൻ്റെ തലപ്പത്ത് കയറിയിരുന്ന സർക്കാരിനെ മറയാക്കി കോടികൾ സമ്പാദിക്കുക, ഇതൊക്കെ ഒന്നൊന്നായി തെളിവുകൾ സഹിതം പുറത്തേക്ക് വന്നതോടെ കേസിന്റെ പോക്ക് മുൻ മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായിട്ടാണ്. ഈ കേസിൽ സമാനമായ രീതിയിൽ CBI കൂടി വരവ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് CPM ഗുണ്ടകൾ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചിരുന്നു. ഈ കേസിന് ദേശീയ തലത്തിൽ വലിയ ശ്രദ്ധ ലഭിച്ചതോടെയാണ് CBI വരവ് അറിയിച്ചിരിക്കുന്നത്. ED അന്വേഷിച്ച കേസുകളുടെ എല്ലാം പിന്നാലെ CBI പോയിട്ടില്ല. വസ്തുതയുണ്ടെന്ന് അവർക്ക് തോന്നിയ വിഷയങ്ങളിലായിരുന്നു ഇടപെടൽ. ഇതുമായി ബന്ധപ്പെട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് മാധ്യമങ്ങളുടെ മുന്നിലെത്തിയ പിണറായി വിജയന്റെ തുറന്നു പറച്ചിലിൽ സത്യത്തിൽ ഞെട്ടിയത് കേരളമാണ്. ED വന്നത് ആരെ ചോദ്യം ചെയ്യാനാണ് എന്ന ചോദ്യത്തിന് മകളെ ചോദ്യം ചെയ്യാനാണെന്ന് പിണറായി വിജയൻ സമ്മതിച്ചു. താങ്കളെ ചോദ്യം ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി CPM അണികൾ കാട്ടിക്കൂട്ടിയ വിക്രിയകളെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയപ്പോൾ അതെനിക്കറിയില്ല, പാർട്ടിക്കാരോട് ചോദിക്കണമെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ താൻ അവിടെ ഉണ്ടായിരുന്നുവെന്ന് മാത്രമാണെന്നും പിണറായി വിജയൻ സമ്മതിച്ചു. അപ്പോൾ പിന്നെ ഈ നേതാക്കന്മാരും അണികളും തെരുവിലിറങ്ങി ബഹളം വെച്ചത് എന്തിന് എന്ന ചോദ്യത്തിനാണ് പിണറായി വിജയൻ കൈമലർത്തിയിരിക്കുന്നത്. ഇപ്പോൾ തങ്ങൾ ആരായി എന്ന അവസ്ഥയിലാണ് CPM നിൽക്കുന്നത്. എന്തായാലും വീണയ്ക്ക് കുരുക്ക് മുറുകുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഡൽഹി കേന്ദ്രീകരിച്ച് വരുന്നുണ്ട്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡുകളിൽ നിർണായക തെളിവുകൾ ലഭിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയതോടെയാണ് കളി കൈവിടുന്നുവെന്ന ചിന്ത പിണറായി വിജയനെ തേടിയെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീണയെ ഉടൻ തന്നെ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തും. കേന്ദ്ര ആസ്ഥാനത്ത് നിന്നും കൃത്യമായ മറുപടി ലഭിച്ച ശേഷം 2 ദിവസത്തിനകം വീണയ്ക്ക് ഔദ്യോഗികമായ സമൻസ് അയക്കാനാണ് EDയുടെ നീക്കം. കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ 200-ലധികം പ്രധാന രേഖകളാണ് ED പിടിച്ചെടുത്തത്. ഇതിനു പുറമെ വീണ വിജയന്റെ 3 ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ 242 അക്കൗണ്ടുകളിലായി ഏകദേശം 18.36 കോടി രൂപ നിലവിൽ മരവിപ്പിച്ചിട്ടുണ്ട്. പിടിച്ചെടുത്ത ബാങ്ക് വിവരങ്ങളുടെ വിശദമായ പരിശോധന ആരംഭിച്ച ED കേസുമായി ബന്ധപ്പെട്ട ഡയറിയിലുള്ള മറ്റു പ്രമുഖരെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പരിശോധനാ വേളയിൽ വീണയുടെ ഫോണും CMRL MD ശശിധരൻ കർത്തയുടെ ലാപ്ടോപ്പും ED പിടിച്ചെടുത്തിരുന്നു. ഇവ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്കായി കേന്ദ്ര ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. ഒരു തരത്തിലുമുള്ള സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ കേസ് അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാനാണ് കൊച്ചി സോണൽ ഓഫീസിന് ED ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കരിമണൽ കമ്പനിയിലെ ജീവനക്കാരെയും വീണയെയും മുഖാമുഖം ഇരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതേസമയം കേന്ദ്ര ഏജൻസിയുടെ ഈ നീക്കങ്ങൾക്കെതിരെയും അന്വേഷണം തടയണമെന്നും ആവശ്യപ്പെട്ട് CMRL മാനേജ്മെന്റ് ഉടൻ തന്നെ വീണ്ടും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതിനിടെ തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ED സംഘത്തെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ 13 CPM പ്രവർത്തകരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതിനു പിന്നാലെയാണ് പിണറായി വിജയൻ കൈ കഴുകിയത്. ഈ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 18 CPM പ്രവർത്തകരാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഇതിനു പുറമെ DYFI സംസ്ഥാന പ്രസിഡന്റ് വസീഫ് ഉൾപ്പെടെയുള്ള 57 നേതാക്കൾക്കെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. MLA PA മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ നടന്ന ED റെയ്ഡിൽ പ്രതിഷേധിച്ച് നിയമവിരുദ്ധമായ സംഘം ചേർന്നതിനും പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതിനുമാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. എന്തായാലും പിണറായി വിജയനും കുടുംബത്തിനും ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇനി മുന്നിലുള്ളത്.